ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയറെന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 29. നമ്മുടെ വചന വായനയുടെ ഇന്നത്തെ പാഠങ്ങൾ: പുറപ്പാടിൻ്റെ പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ അധ്യായം 46. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 4. മോശ മറുപടി പറഞ്ഞു, പക്ഷെ അവർ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലോ, എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിലോ? കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് തീർച്ചയായും അവർ പറയും. കർത്താവ് അവനോട് ചോദിച്ചു, അതെന്താണ് നിന്റെ കയ്യിൽ? അവൻ പറഞ്ഞു, ഒരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തേക്കെറിയുക. അവനത് നിലത്തേക്കെറിഞ്ഞപ്പോൾ അതൊരു സർപ്പമായി തീർന്നു. മോശ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് അവൻ്റെ ഉള്ളം കൈയിൽ ഒരു വടിയായി തീർന്നു. കർത്താവ് അവരുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണിത്. കർത്താവ് അവനോട് വീണ്ടും അരുൾ ചെയ്തു, നിന്റെ കൈ നിന്റെ വക്ഷസിൽ കൊണ്ടുവരിക. അവൻ കൈ തൻ്റെ വക്ഷസിൽ കൊണ്ടുവന്നു. അവനത് പുറത്തെടുത്തപ്പോൾ ഇതാ അവൻ്റെ കൈ കുഷ്ഠം ബാധിച്ച് മഞ്ഞുപോലെയായി. അവിടുന്ന് കൽപ്പിച്ചു, കൈ നിന്റെ വക്ഷസിൽ തിരികെ വെക്കുക. അവൻ കൈ തൻ്റെ വക്ഷസിൽ തിരികെ വെച്ചു. വക്ഷസിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അതാ അത് തൻ്റെ ശരീരം പോലെ പൂർവ്വസ്ഥിതിയിലായി. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും ആദ്യത്തെ അടയാളത്തിൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ അടയാളത്തിൻ്റെ സ്വരം വിശ്വസിച്ചേക്കും. ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നൈൽ ജലത്തിൽ നിന്ന് അല്പമെടുത്ത് കരയിൽ ഒഴിക്കണം. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ നാഥ, അങ്ങയുടെ ദാസനോട് അങ്ങ് സംസാരിച്ചത് മുതലോ അതിനു മുമ്പോ ഞാൻ വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. എന്തെന്നാൽ ഭാരിച്ച വായും കനത്ത നാവുമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് അധരം നൽകിയത്? അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ അന്ധനോ ആക്കുന്നത് ആരാണ്? കർത്താവായ ഞാനല്ലേ? ആകയാൽ ഇപ്പോൾ നീ പോവുക. നിന്റെ അധരത്തോടൊപ്പം ഞാനുണ്ടായിരിക്കും. നീ പറയേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കും. എന്നാൽ അവൻ പറഞ്ഞു, എൻ്റെ നാഥ, ദയവായി മറ്റൊരുവൻ്റെ കൈവശം അങ്ങ് അയക്കേണ്ടത് അയച്ചാലും. കർത്താവിൻ്റെ കോപം മോശയ്ക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, അഹറോൻ നിന്റെ സഹോദരനായ ലേവ്യനല്ലേ? അവൻ വൈഭവത്തോടെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. കൂടാതെ ഇതാ അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയപൂർവ്വം സന്തോഷിക്കും. നീ അവനോട് സംസാരിക്കണം. അവൻ്റെ വായിൽ വചനങ്ങൾ വെച്ചു കൊടുക്കണം. ഞാൻ നിന്റെ അധരത്തോടും അവൻ്റെ അധരത്തോടും കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും. അവനായിരിക്കും നിനക്ക് വേണ്ടി ജനത്തോട് സംസാരിക്കുന്നത്. അവൻ നിനക്ക് അധരമായിരിക്കും. നീയാകട്ടെ അവന് ദൈവമായിരിക്കും. ഈ വടി നിന്റെ കയ്യിലെടുത്തുകൊള്ളുക. അതുകൊണ്ട് നീ അടയാളങ്ങൾ പ്രവർത്തിക്കും. മോശ നടന്ന് തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ പക്കൽ തിരിച്ചെത്തി അവനോട് പറഞ്ഞു, ഞാൻ പോയി ഈജിപ്തിലുള്ള എൻ്റെ സഹോദരർ ഇനിയും ജീവനോടെയുണ്ടോ എന്ന് കാണുന്നതിന് അവരുടെ അടുത്തേക്ക് മടങ്ങട്ടെ. ജത്രോ മോശയോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക. മിദിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക. എന്തെന്നാൽ നിന്റെ ജീവൻ തേടിയിരുന്ന ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞു. മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൊണ്ടുവന്ന് അവരെ കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്ത് നാട്ടിലേക്ക് മടങ്ങി. മോശ തൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വടി എടുത്തിരുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ച എല്ലാ അത്ഭുതങ്ങളും ഈജിപ്തിലേക്ക് മടങ്ങാനുള്ള നിന്റെ യാത്രയിൽ നീ പരിചിന്തിക്കുക. ഫറവോയുടെ മുമ്പിൽ നീ അവ പ്രവർത്തിക്കണം. എന്നാൽ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. അവൻ ജനത്തെ വിട്ടയക്കുകയില്ല. നീ ഫറവോയോട് പറയണം, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ പുത്രനെ വിട്ടയക്കുക. അവനെ വിട്ടയക്കാൻ നീ വിസമ്മതിക്കുന്ന പക്ഷം ഇതാ നിന്റെ പുത്രനെ, നിന്റെ ആദിജാതനെ ഞാൻ വധിക്കും. വഴിയിൽ വെച്ച് സത്രത്തിലായിരിക്കുമ്പോൾ മോശയെ കർത്താവ് നേരിട്ടു. അവിടുന്ന് അവനെ വധിക്കാനൊരുങ്ങി. ഉടനെ സിപ്പോറ ഒരു കൽച്ചിയിലെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു. നീ എനിക്ക് രക്തമണവാളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കാലുകളിൽ സ്പർശിച്ചു. അപ്പോൾ അവിടുന്ന് അവനിൽ നിന്ന് പിന്മാറി. അവൾ അപ്പോൾ പറഞ്ഞു,
പരിച്ഛേദനത്താലുള്ള രക്തമണവാളൻ. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീ മോശയെ എതിരേൽക്കാൻ മരുഭൂമിയിലേക്ക് ചെല്ലുക. അയാൾ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി അവനെ ചുംബിച്ചു. മോശ അഹ്റോനോട് തന്നെ അയച്ച കർത്താവിൻ്റെ എല്ലാ വചനങ്ങളും അവിടുന്ന് തന്നോട് കൽപ്പിച്ച എല്ലാ അടയാളങ്ങളും വിവരിച്ചു. അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയെല്ലാം ഒരുമിച്ച് കൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ വചനങ്ങളെല്ലാം അഹ്റോൻ പ്രഖ്യാപിക്കുകയും ജനത്തിൻ്റെ കൺമുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേലിനെ സന്ദർശിച്ചിരിക്കുന്നെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നെന്നും കേട്ടപ്പോൾ അവർ കുമ്പിട്ട് ആരാധിച്ചു. പുറപ്പാട് അധ്യായം 5. അതിനുശേഷം മോശയും അഹ്റോനും ചെന്ന് ഫറവോയോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, മരുഭൂമിയിൽ അവർ എനിക്കായി ഉത്സവം ആഘോഷിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ ആരാഞ്ഞു, ഇസ്രായേലിനെ വിട്ടയക്കാനുള്ള അവൻ്റെ സ്വരം ഞാൻ അനുസരിക്കേണ്ടതിന് കർത്താവ് ആരാണ്? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ വസന്ത കൊണ്ടോ വാൾ കൊണ്ടോ അവിടുന്ന് ഞങ്ങളെ നേരിടാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിൽ ഞങ്ങൾ 3 ദിവസത്തെ യാത്ര പോകട്ടെ. അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് ചോദിച്ചു, മോശെ, അഹ്റോനെ, നിങ്ങൾ ജനത്തെ അവരുടെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്തിന്? നിങ്ങൾ നിങ്ങളുടെ ജോലികൾക്കായി പോകുവിൻ. തുടർന്ന് ഫറവോ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ നാട്ടുകാർ ഏറെയുണ്ട്. അവരുടെ ജോലികളിൽ നിന്ന് നിങ്ങൾ അവരെ മുടക്കുന്നു. ഫറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേലുദ്യോഗസ്ഥരോടും കണക്കപ്പിള്ളമാരോടും ഇപ്രകാരം കൽപ്പിച്ചു, ഇഷ്ടികകൾ നിർമ്മിക്കുന്നതിനായി ജനത്തിന് വൈക്കോൽ നൽകുന്നത് മുമ്പെന്ന പോലെ തുടരേണ്ട. അവർ തന്നെ പോയി അവർക്ക് വേണ്ട വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ മുമ്പ് അവർ ഉണ്ടാക്കിയിരുന്ന അത്രയും ഇഷ്ടികകളുടെ എണ്ണം നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം. അതിന് നിങ്ങൾ ഇളവ് നൽകരുത്. അവർ അലസരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടുന്നത്. ആ ആളുകളുടെ മേൽ അധ്വാനം കനക്കുകയും അവർ അതിൽ വ്യാപൃതരാവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കട്ടെ. ജനത്തിൻ്റെ മേലുദ്യോഗസ്ഥരും കണക്കപ്പിള്ളമാരും പുറത്തു കടന്ന് ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, ഫറവോ ഇങ്ങനെ കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ വൈക്കോൽ തരികയില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടെത്താവുന്നിടത്തു നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി വൈക്കോൽ ശേഖരിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ അധ്വാനത്തിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല. ജനം വൈക്കോലിനുള്ള തണ്ട് ശേഖരിക്കുന്നതിന് ഈജിപ്ത് നാട്ടിലെങ്ങും അലഞ്ഞു. മേൽനോട്ടക്കാരാകട്ടെ ഇപ്രകാരം നിർബന്ധിച്ചു, വൈക്കോൽ ഉണ്ടായിരുന്നപ്പോൾ എന്ന പോലെ നിങ്ങളുടെ അന്നെന്നുള്ള ജോലി വിഹിതം പൂർത്തിയാക്കുവിൻ. അവരുടെ മേൽ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ നിയമിച്ചിരുന്ന ഇസ്രായേലിയ കണക്കപ്പിള്ളമാർ പ്രഹരിക്കപ്പെട്ടു. ഇഷ്ടിക നിർമ്മിക്കാനുള്ള നിങ്ങളുടെ കടമ മുമ്പെന്ന പോലെ ഇന്നലെയും ഇന്നും നിങ്ങൾ എന്തുകൊണ്ട് നിറവേറ്റിയില്ല? അവർ ചോദിച്ചു. ഇസ്രായേലിയ കണക്കപ്പിള്ളമാർ ചെന്ന് ഫറവോയുടെ പക്കൽ നിലവിളിച്ചു പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത്? അങ്ങയുടെ ദാസന്മാർക്ക് വൈക്കോൽ ലഭ്യമാക്കുന്നില്ല. എങ്കിലും ഇഷ്ടികകളുണ്ടാക്കുവിനെന്ന് അവർ ഞങ്ങളോട് കൽപ്പിക്കുന്നു. ഇത് അങ്ങയുടെ ദാസന്മാർ പ്രഹരിക്കപ്പെടുന്നു. അപ്പോഴും കുറ്റം അങ്ങയുടെ ജനത്തിൻ്റെതാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ അലസന്മാരാണ്, അലസന്മാർ. അതുകൊണ്ടാണ് ഞങ്ങൾ പോകട്ടെ, ഞങ്ങൾ കർത്താവിന് ബലിയർപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയി ജോലി ചെയ്യുവിൻ. വൈക്കോൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയില്ല. എന്നാൽ ഇഷ്ടികകളുടെ നിശ്ചിത എണ്ണം നിങ്ങൾ നൽകിയിരിക്കണം. നിങ്ങളുടെ ഇഷ്ടികകളിൽ നിന്ന് അന്നെന്നുള്ള വിഹിതം നിങ്ങൾ കുറയ്ക്കരുത് എന്ന പ്രസ്താവന മൂലം തങ്ങൾ അപകടത്തിലാണെന്ന് ഇസ്രായേലിയ കണക്കപ്പിള്ളമാർ കണ്ടു. ഫറവോയുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തങ്ങളെ കാത്തു നിൽക്കുന്ന മോശയെയും അഹ്റോനെയും അവർ കണ്ടുമുട്ടി. അവർ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ നിരീക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ ഞങ്ങളെ വധിക്കാൻ അവരുടെ കയ്യിൽ വാൾ നൽകത്തക്ക വിധം ഫറവോയുടെ ദൃഷ്ടികളിലും അവൻ്റെ സേവകരുടെ ദൃഷ്ടികളിലും ഞങ്ങളെ നിങ്ങൾ അവജ്ഞാപാത്രങ്ങളാക്കി. അപ്പോൾ മോശ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, എൻ്റെ നാഥ, എന്തുകൊണ്ടാണ് ഈ ജനത്തിന് അങ്ങ് തിന്മ വരുത്തുന്നത്? എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തിന് തിന്മ വരുത്തുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് മോചിപ്പിക്കുന്നതേയില്ല. ലേവ്യർ അധ്യായം 4. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേലിയരോട് ഇപ്രകാരം പ്രഖ്യാപിക്കുക, വിലക്കപ്പെട്ടവയെക്കുറിച്ചുള്ള ഏതെങ്കിലും കർത്തൃകൽപ്പനകളിൽ നിന്നകന്ന് ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് അവയൊന്നിൽ വ്യാപരിക്കുന്നു എന്നിരിക്കട്ടെ. അഭിഷിക്ത പുരോഹിതനാണ് ജനത്തിൻ്റെ അപരാധത്തിനിടയാകും വിധം പാപം ചെയ്യുന്നതെങ്കിൽ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി സമർപ്പിക്കണം. അവൻ മൂരിയെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്തൃസന്നിധിയിൽ കൊണ്ടുവരണം. മൂരിയുടെ തലയിൽ തൻ്റെ കൈവച്ചിട്ട് കർത്തൃസന്നിധിയിൽ മൂരിയെ അറക്കണം. അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് അത് കൊണ്ടുചെല്ലണം. പുരോഹിതൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി
കർത്തൃസന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ തിരശ്ശീലമുഖത്ത് 7 പ്രാവശ്യം കുറച്ച് രക്തം തൂകണം. തുടർന്ന് പുരോഹിതൻ സമാഗമ കൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ പരിമളധൂപന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ കുറച്ച് രക്തം പുരട്ടണം. അനന്തരം സമാഗമ കൂടാര വാതിൽക്കലുള്ള ഹോമ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ മൂരിയുടെ രക്തം മുഴുവനും ഒഴിക്കണം. പാപമുക്തി യാഗത്തിനുള്ള മൂരിയുടെ മേധസ് മുഴുവൻ അതിൽ നിന്ന് മാറ്റണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനു മേലുള്ള മേധസ് മുഴുവനും, ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ എന്ന പോലെ അവ ഹോമ ബലിപീഠത്തിന്മേൽ പുരോഹിതൻ ധൂപാർപ്പണമാക്കണം. എന്നാൽ മൂരിയുടെ തോലും അതിൻ്റെ തലയിലെയും കാൽവണ്ണയിലെയും മാംസം മുഴുവനും ആന്തരാവയവവും ചാണകവും മൂരിയെ അപ്പാടെ പാളയത്തിനു വെളിയിൽ നെയ്ച്ചാരമിടുന്ന ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് വിറകിന്മേൽ തീയിൽ ദഹിപ്പിക്കണം. നെയ്ച്ചാരം തള്ളുന്ന സ്ഥലത്ത് തന്നെ അത് ദഹിപ്പിക്കപ്പെടണം. ഇസ്രായേൽ സമൂഹം മുഴുവനും അബദ്ധം കാട്ടുകയും അക്കാര്യം സംഘത്തിൻ്റെ ദൃഷ്ടികളിൽ നിന്ന് ഗുപ്തമായിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അതായത്, ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള സകല കർത്തൃകൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ച് അവർ കുറ്റക്കാരാകുന്നെങ്കിൽ അതിനെതിരെ അവർ ചെയ്ത പാപം തിരിച്ചറിയുമ്പോൾ സംഘം ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി കാഴ്ചവെക്കണം. അതിനെ അവർ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വെച്ച് സമൂഹശ്രേഷ്ഠന്മാർ മൂരിയുടെ തലയിൽ കൈകൾ വെക്കണം. കർത്തൃസന്നിധിയിൽ അവൻ മൂരിയെ അറക്കണം. അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ കുറച്ച് രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ തൻ്റെ വിരൽ മുക്കി കർത്തൃസന്നിധിയിൽ തിരശ്ശീലമുഖത്ത് രക്തത്തിൽ നിന്ന് 7 തവണ തൂകണം. അവൻ സമാഗമ കൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ കുറച്ച് രക്തം പുരട്ടണം. സമാഗമ കൂടാരവാതിൽക്കലുള്ള ഹോമ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ മുഴുവൻ രക്തവും ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും അതിൽ നിന്ന് മാറ്റി ബലിപീഠത്തിൽ അവൻ ധൂമിക്കണം. പാപമുക്തിയാഗത്തിനുള്ള മൂരിയോട് ചെയ്തതുപോലെ ഈ മൂരിയോടും അവൻ ചെയ്യണം. അങ്ങനെ തന്നെ അതിനോട് ചെയ്യണം. പുരോഹിതൻ അവരെ പ്രതി പരിഹാരം ചെയ്യുമ്പോൾ അവരോട് ക്ഷമിക്കപ്പെടും. അനന്തരം ആദ്യത്തെ മൂരിയെ ദഹിപ്പിച്ചതുപോലെ ഈ മൂരിയെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കണം. ഇതാണ് സംഘത്തിൻ്റെ പാപമുക്തിയാഗം. അധികാരിയായവൻ പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അതായത്, ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള ദൈവമായ കർത്താവിൻ്റെ സകല കൽപ്പനകളിൽ നിന്ന് ഒന്ന് അബദ്ധവശാൽ ലംഘിച്ച് അവൻ കുറ്റക്കാരനാകുന്നു, അഥവാ താൻ പാപം ചെയ്തത് എന്തിലെന്ന് അവന് ബോധ്യപ്പെടുന്നു. അപ്പോൾ അവൻ തൻ്റെ കാഴ്ചവസ്തുവായി തികവുറ്റ ഒരു കോലാട്ടിൻ മുട്ടനെ കൊണ്ടുവരണം. അവൻ മുട്ടാടിൻ്റെ തലയിൽ തൻ്റെ കൈവെക്കുകയും കർത്തൃസന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറക്കുകയും വേണം. ഇത് പാപമുക്തിയാഗമാണ്. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ കുറച്ച് രക്തമെടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. രക്തം ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ മേധസ് പോലെ ബലിപീഠത്തിൽ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള കർത്തൃകൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ചതിലൂടെ സാധാരണക്കാരനായ ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് കുറ്റക്കാരനായെന്നിരിക്കട്ടെ, അഥവാ താൻ ചെയ്ത പാപം അവന് ബോധ്യപ്പെടുന്നു. അപ്പോൾ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു കോലാട്ടിൻ പെൺകുഞ്ഞിനെ തൻ്റെ കാണിക്കയായി കൊണ്ടുവരണം. അവൻ പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ച് ഹോമസമർപ്പണ സ്ഥലത്ത് വെച്ച് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ അറക്കണം. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. എന്നിട്ട് അതിൻ്റെ രക്തം മുഴുവനും ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. സമാധാന ബലിമൃഗത്തിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ അതിൻ്റെ മുഴുവൻ മേധസ്സും അവൻ വേർതിരിക്കണം. അനന്തരം കർത്താവിന് സുരഭില പരിമളത്തിനായി പുരോഹിതൻ ബലിപീഠത്തിൽ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. പാപമുക്തിയാഗത്തിനുള്ള തൻ്റെ കാണിക്കയായി ഒരു ചെമ്മരിയാടിനെയാണ് അവൻ കൊണ്ടുവരുന്നതെങ്കിൽ തികവുറ്റ പെണ്ണാടിനെയാണ് കൊണ്ടുവരേണ്ടത്. പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈവെക്കണം. ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് പാപമുക്തിയാഗമായി അവൻ അതിനെ അറക്കണം. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ കുറച്ച് രക്തമെടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. എന്നിട്ട് അതിൻ്റെ രക്തം മുഴുവനും ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അവൻ അതിൻ്റെ മേധസ് മുഴുവനും സമാധാന ബലിമൃഗമായ ചെമ്മരിയാടിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ വേർതിരിക്കണം. ബലിപീഠത്തിൽ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങൾക്ക് മേൽ പുരോഹിതൻ അവ ധൂമിക്കണം.
അങ്ങനെ പുരോഹിതൻ താൻ ചെയ്ത പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. സങ്കീർത്തനങ്ങൾ 46. ഗായക നേതാവിന് കോരഹ്യരുടേത് തരുണികൾ എന്ന മട്ടിൽ ഗീതം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സംലഭ്യമായ സഹായം. ആകയാൽ ഭൂമി കുലുങ്ങിയാലും സമുദ്രാന്തരാളത്തിലെ പർവ്വതങ്ങൾ ഇളകിയാലും നമ്മൾ ഭയപ്പെടുകയില്ല. അതിൻ്റെ ജലം ഇരമ്പിക്കൊള്ളട്ടെ, പതഞ്ഞുകൊള്ളട്ടെ, പർവ്വതങ്ങൾ ഗർവോടെ വിറച്ചുകൊള്ളട്ടെ. ഒരു നദിയുണ്ട്, അതിൻ്റെ ചാലുകൾ ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ കൂടാരത്തെ സന്തുഷ്ടമാക്കുന്നു. അത് ഇളകാതിരിക്കാൻ ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. പ്രഭാതം ആവിർഭവിക്കാൻ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ഇരമ്പുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ കോട്ടയാണ്. ചെല്ലുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ ദർശിക്കുവിൻ. അവിടുന്ന് അമ്പരപ്പുളവാക്കുന്നവ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധങ്ങൾ ശമിപ്പിച്ചിരിക്കുന്നു. വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. നിർത്തുവിൻ, ഞാനാണ് ദൈവം എന്നറിയുവിൻ. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമുക്ക് കോട്ടയാണ്. പ്രിയമുള്ളവരെ, ഈ വചനവായനയിൽ പങ്കാളിയാകാൻ ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ കാരുണ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പുറപ്പാടിൻ്റെ പുസ്തകം 4, 5 അധ്യായങ്ങളിലൂടെ മോശയെ ദൈവം ശക്തിപ്പെടുത്തി അയക്കുന്നതും മോശ ഫറവോയുടെ മുമ്പിൽ ചെന്ന് ജനത്തെ വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നതും മോശയുടെ പ്രതികരണവുമാണ് പ്രധാനപ്പെട്ട വായനയുടെ പ്രമേയം. ഒരിക്കൽ താൻ നാണം കെട്ട് ഓടിപ്പോന്ന ഒരു സ്ഥലത്തേക്ക് പുതിയ നിയോഗവുമായി മടങ്ങിപ്പോവാൻ ദൈവം നിർബന്ധിക്കുമ്പോഴാണ് മോശ ദൈവത്തിൻ്റെ പേര് ചോദിച്ചത്. ഈജിപ്തിലെ ബഹുദൈവ വിശ്വാസത്തിനിടയിൽ കഴിഞ്ഞ 10 തലമുറകളിലായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത പിതാക്കന്മാരുടെ ദൈവത്തെ ഇതിനോടകം മറന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് ഏത് ദൈവമാണ് നിന്നെ അയച്ചതെന്ന് അവർ മോശയോട് ചോദിക്കാനിടയുണ്ട്. ദൈവം ഈ ചോദ്യത്തിന് മറുപടിയായി മോശയ്ക്ക് തൻ്റെ വിശുദ്ധ നാമം വെളിപ്പെടുത്തുകയാണ്. യാവേ, യഹോവ, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഐ ആം ഹു ഐ ആം. ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ ഞാൻ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം എന്നാണ് ആ ദൈവനാമത്തിൻ്റെ അർത്ഥം. ഈജിപ്തുകാരുടെ മതബോധത്തിൽ ദൈവത്തിന് 2 പേരുകളുണ്ടായിരുന്നു. ഒന്ന്, ഒരു പൊതുനാമം, അതെല്ലാവർക്കും അറിയാവുന്ന പേരാണ്. 2, ദൈവത്തിൻ്റെ ഒരു രഹസ്യനാമം. ആ രഹസ്യനാമം പൂജാരികൾക്കും പുരോഹിതന്മാർക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മാന്ത്രിക കർമ്മങ്ങളിൽ ഈ രഹസ്യനാമം വിളിച്ചാണ് ദുർമന്ത്രവാദ കർമ്മങ്ങളിലേക്ക് ആ ദേവതയുടെ ശക്തിയെ അവർ ആവാഹിച്ചിറക്കിയിരുന്നത്. പേരറിയുക എന്നാൽ ആ ദേവന്റെ സാന്നിധ്യവും ശക്തിയും പ്രവർത്തന നിരതമാക്കാൻ കഴിയുക എന്നായിരുന്നു അവരുടെ മതബോധത്തിൽ പേരറിയുക എന്നതിൻ്റെ അർത്ഥം. പൂർവ്വപിതാക്കന്മാരിൽ ദൈവത്തിൻ്റെ രഹസ്യനാമം ആദ്യം വെളിപ്പെട്ട് കിട്ടുന്നത് മോശയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് മോശയിലാണ് അത്ഭുത പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളിൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടാവും എന്ന വചനത്തെ ഈ വെളിച്ചത്തിലാണ് മനസ്സിലാക്കേണ്ടത്. നാമമറിയുക, നാമം വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ വിളിക്കുന്ന നാമം സന്നിഹിതമാവുക, ആ നാമത്തിൻ്റെ ശക്തി നമുക്കിടയിൽ വെളിപ്പെടുക എന്നാണ് അർത്ഥം. യേശു എന്ന അമൂല്യമായ നാമം വെളിപ്പെട്ട് കിട്ടിയ നമ്മുടെ ഭാഗധേയം, അനുഗ്രഹം എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർമ്മിക്കാൻ ഈ ചിന്ത സഹായിക്കട്ടെ. ജനം തന്നെ വിശ്വസിക്കില്ല എന്ന് പറയുന്ന മോശയ്ക്ക് ദൈവം 3 അടയാളങ്ങൾ നൽകുകയാണ്. ആ 3 അടയാളങ്ങൾ കണ്ടതിന് ശേഷം മോശ തൻ്റെ 2ാമത്തെ തടസ്സം മുന്നോട്ട് വെക്കുന്നു. ആ തടസ്സം അവൻ്റെ വാക്ചാതുര്യമില്ലായ്മയാണ്. ഞാൻ സംസാര പാടവം ഇല്ലാത്തവനാണ്. ദൈവം കഴിവുള്ളവരെ വിളിക്കുകയല്ല, വിളിക്കുന്നവർക്ക് കഴിവ് നൽകുകയാണ് എന്ന് ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പ് നൽകി. അതാണ് മോശയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ യോഗ്യതയെന്ന് ബോധ്യപ്പെടുത്തി ദൈവം മോശയെ ശക്തിപ്പെടുത്തുകയും ഒപ്പം കൂടെ സഞ്ചരിക്കാനും വക്താവായി സംസാരിക്കാനും അവൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഹറോനെ നിയമിച്ച് നൽകുകയും ചെയ്യുന്നു. ഈജിപ്തിലേക്ക് വരുന്ന വഴിക്ക് ദൈവം മോശയെ കൊല്ലാൻ ഉദ്യമിക്കുന്നതിൻ്റെ ഒരു വിവരണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ്. സിപ്പോറ മോശയെ ദൈവം വധിക്കാൻ ഒരുമ്പെടുന്ന സമയത്ത് ഒരു കൽക്കത്തി എടുത്ത് മകൻ്റെ പരിച്ഛേദന കർമ്മം നിർവഹിക്കുന്നു എന്നതിലാണ് ഈ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്തിൻ്റെ ഉത്തരം കിടക്കുന്നത്. അബ്രഹാമിന് ദൈവം നൽകിയ ദൈവജനം പാലിക്കേണ്ട നിർബന്ധിതമായ കൽപ്പനകളിലൊന്നായിരുന്നു പരിച്ഛേദനം. സിപ്പോറായുടെ സ്വാധീനം കൊണ്ടോ സിപ്പോറായുടെ വിസമ്മതം കൊണ്ടോ
മോശയ്ക്ക് തൻ്റെ മകൻ്റെ പരിച്ഛേദനം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിപ്പോറ ആയിരുന്നിരിക്കണം അതിൻ്റെ പ്രധാന തടസ്സം. എന്നാൽ തൻ്റെ ജനത്തെ മോചിപ്പിക്കാനായി, അല്ലെങ്കിൽ വലിയൊരു സാത്താന്യ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാനായി മോശ പോകുമ്പോൾ ഒരു ദൈവ കൽപ്പന അതിൻ്റെ ഏറ്റവും നിസാരമായ ഒരു വിശദാംശത്തിലെങ്കിലും ലംഘിച്ച് പിശാചിന് പ്രവേശിക്കാൻ, പിശാചിന് ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരു വാതിൽ മോശയുടെ ജീവിതത്തിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ ഉദ്യമത്തിൽ മോശ പരാജയപ്പെടും. ദൈവം വലിയൊരു നിയോഗം നൽകി പറഞ്ഞയക്കുമ്പോഴും മോശയ്ക്ക് തൻ്റെ ഈ ഒരു നിയമലംഘനത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് ദൈവം കോപിച്ച് മോശയെ അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതാണ് കർത്താവ് മോശയെ വധിക്കാൻ ഒരുങ്ങുന്നത്. സിപ്പോറ കാര്യത്തിൻ്റെ ഗൗരവം പെട്ടെന്ന് തിരിച്ചറിയുകയും പരിച്ഛേദനം ചെയ്യാത്തതാണ് ദൈവകോപത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് കൽക്കത്തിയെടുത്ത് മകനെ പരിച്ഛേദനം ചെയ്ത് ദൈവ നിയമം അനുസരിച്ച് നീ എൻ്റെ ഭർത്താവാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നത്. പരിപൂർണമായി ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിപൂർണ വിശുദ്ധിയിൽ അനുതപിച്ചും മാപ്പ് ചോദിച്ചും പ്രായശ്ചിത്തം അനുഷ്ഠിച്ചും പരിപൂർണ വിശുദ്ധിയിൽ ആയിരുന്നു കൊണ്ട് വേണം സാത്താന്യ സാമ്രാജ്യത്തോട് ഒരു ദൈവരാജ്യ ശുശ്രൂഷകൻ യുദ്ധം ചെയ്യാൻ. ഫറവോയുടെ മുമ്പിലെത്തുമ്പോൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ അനുവാദം തരണമെന്നാണ് മോശ ആവശ്യപ്പെട്ടത്. എന്നേക്കുമായി ഈജിപ്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്നല്ല. 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ അനുവാദം തരണം. 400 വർഷം ഈജിപ്തുമായും അവിടുത്തെ ബഹുദൈവ വിജാതീയ ആരാധനകളും സംസ്കാര അവശേഷിപ്പുകളുമായും പൊരുത്തപ്പെട്ട് ജീവിച്ച ഈ ജനത സത്യദൈവത്തെ ആരാധിക്കുന്നതിന് അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. ശ്രദ്ധിക്കുക, അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ഈജിപ്ത് അവരിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. God not only wanted to take them out of Egypt, rather he wanted to take Egypt out of them. അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. അതിനേക്കാളുപരി ഈജിപ്ത് അവരിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. ഒരു ഭൗതിക അടിമത്വത്തിൽ മാത്രമായിരുന്നില്ല ഈ ജനത. അതിനേക്കാളുപരി അവർ ഒരാത്മീയ അടിമത്വത്തിലായിരുന്നു. അവരെ വിട്ടയക്കുന്നതിന് പകരം ഫറവോ അവരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുകയാണ്. വിശ്രമിക്കാനും ആരാധിക്കാനുമുള്ള അവകാശത്തിൻ്റെ മേലുള്ള അധിനിവേശമാണ് ഈ തൊഴിൽ ഭാരം വർദ്ധിപ്പിക്കുന്നതിന്. ജോലിയുടെ ആധിക്യം മൂലം വിശ്രമിക്കാനോ ആരാധിക്കാനോ സമയം കൊടുക്കാതിരിക്കുന്നതിന് ഫറവോ തുനിയുന്നത്. ജോലിയുടെ ആധിക്യം മൂലം വിശ്രമിക്കാനും ആരാധിക്കാനും സമയം കിട്ടാത്ത നാം സമകാലികർക്ക് അത്തരമൊരു അധിനിവേശം ഒരു സാത്താന്യ തന്ത്രമാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് ഫറവോ ഇവിടെ പ്രദർശിപ്പിക്കുന്ന നിലപാടുകൾ. പണമുണ്ടാക്കാനുള്ള വേവലാതികൾക്ക് ഇടയിലും ലൗകിക ധനസമ്പാദനത്തിന് വേണ്ടി നാം കാട്ടിക്കൂട്ടിയ വ്യഗ്രതകൾക്ക് മധ്യത്തിലും വിശ്രമിക്കാനും കൂടെയുള്ളവരെ കരുതാനും സ്നേഹിക്കാനും അവരോടുകൂടെ സമയം ചെലവഴിക്കാനും ദൈവത്തെ ആരാധിക്കാനും വിശ്രമിക്കാനും ആരാധിക്കാനും നമുക്ക് കഴിയാതെ പോയ സന്ദർഭങ്ങളെല്ലാം ദൈവഹിതത്തിൽ നിന്ന് നാം വളരെ അകലെയായിരുന്നു. നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയോട് വീണ്ടും മാപ്പ് ചോദിക്കുകയാണ്. ഈ വചനത്തിന് നന്ദി, ഈ ബോധ്യങ്ങൾക്ക് നന്ദി. തൊഴിൽ ഭാരം വർദ്ധിക്കുകയും വിശ്രമത്തിനും ആരാധനയ്ക്കും സമയം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് പിശാചിൻ്റെ കെണിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശ്രമിക്കാനും ആരാധിക്കാനുമാണ് ഞങ്ങളെ നീ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തിയിൽ ഞങ്ങൾക്ക് ബോധ്യം കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പുറപ്പാടിലെ ഈ സംഭവത്തിലൂടെ ആ ബോധ്യം കൂടുതൽ ആഴപ്പെട്ട് ആരാധകരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിയേൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.